ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത്. അതായത് ബോഡിയിൽ ആസിഡ് ഫോർമേഷനാണ്. നമുക്കറിയാം റെസ്പിറേറ്ററി അസിഡോസിസ് എന്താണെന്ന് നമുക്ക് ഒരുവിധം അറിയാം. കാരണം ബോഡിയിൽ റെസ്പിറേഷൻ സംബന്ധമായിട്ടുണ്ടാക്കുന്ന സംഭവമാണ് റെസ്പിറേറ്ററി ഡിസോർഡർ. ഇത് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്, അതാണ് അതിന്റെ പേര്. എന്ന് വെച്ചാൽ ഡയബറ്റിക് സംബന്ധമായി കീറ്റോൺ ബോഡിയിൽ കൂടി അങ്ങനെ ആസിഡ് ഉണ്ടാകുന്ന ഫോർമേഷൻ. അപ്പം ഏതെല്ലാം വഴികളിലൂടെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് നമുക്കൊന്ന് അറിയാം. കീറ്റോ അസിഡോസിസിന്റെ സമയത്ത് ഉണ്ടാകുന്നത്, അതായത് നമ്മുടെ ബോഡിയിൽ ടൈപ്പ് 1, ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ് ഉണ്ട്. അതായത് ടൈപ്പ് 1 കീറ്റോ അസിഡോസിസ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ടൈപ്പ് 2 ചില സമയത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പം ടൈപ്പ് 1 എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റ് ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബീറ്റാ സെൽസ്, പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് എന്തെങ്കിലും ഡാമേജ് പറ്റി നശിച്ചു പൂർണ്ണമായിട്ട് പോയതുകൊണ്ട് പേഷ്യന്റ് ഡയബറ്റിക് മെലിറ്റസിൽ ആയേക്കുന്നതാണ്, ഡയബറ്റിക് ആയേക്കുന്നതാണ്. അതിന് ടൈപ്പ് 1 എന്നാണ്. കാരണം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് നശിച്ചുപോയി. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് ബോഡിയിലെ എക്സോജീനിയസ് ആയിട്ട് നമ്മൾ എന്നും ഇൻസുലിൻ കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം അയാൾക്ക് റിക്കവറി ഇല്ല, കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ എന്നാ സംഭവിക്കുന്ന അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ഒരു ദിവസം പുള്ളി തീരുമാനിക്കുക ഇനി ഇൻസുലിൻ എടുക്കണ്ട. അതായത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് പുള്ളി അത് എടുക്കുന്നത് നിർത്തി. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഡിയുടെ മെക്കാനിസം മൊത്തം തരികടയാണ്. കാരണം ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ഇൻസുലിൻ നമ്മുടെ ബോഡിക്ക് ഗ്ലൂക്കോസ് മെറ്റാബോളിസം ആണ് നടത്തുന്നത്. അതായത് ബോഡിയിലെ ഓരോ ടിഷ്യൂവിനും ഗ്ലൂക്കോസ് വേണം. ആ വേണ്ട ഗ്ലൂക്കോസ് ഇൻസുലിനിൽ ബൈൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ സെല്ലിന് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സെല്ലിന് സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ ബൈൻഡ് ചെയ്ത് പോകണം. അപ്പം സെല്ലിലേക്ക് ഗ്ലൂക്കോസ് ചെല്ലുന്നില്ല. അപ്പം അതുപോലെ തന്നെ ഇത് ബോഡിയിൽ മെറ്റാബോളിസത്തിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഗ്ലൂക്കോസിനെ ബോഡിയുടെ മസിൽ ടിഷ്യൂവിന്റെ സെല്ലിനുള്ളിലേക്ക് ഇത് തിരിച്ചു കയറ്റി വിടുകയും സ്റ്റോർ ചെയ്യുകയും വേണം. മനസ്സിലായോ? അവിടെയൊക്കെയാണ് മെറ്റാബോളിസത്തിന്റെ സമയത്ത് ആവശ്യം വരുമ്പോൾ അങ്ങോട്ടൊക്കെ കൊടുക്കുകയും വേണം. അതുകൂടാതെ ബാക്കിയുള്ളതിനെ സ്റ്റോർ ചെയ്യുകയും വേണം. അപ്പൊ ഈ സ്റ്റോറിങ് നടക്കത്തില്ല. ലിവറിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോറിങ് നടക്കത്തില്ല, മെറ്റാബോളിസവും നടക്കത്തില്ല, ഗ്ലൂക്കോസ് മെറ്റാബോളിസവും നടക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന് ഒരു ദിവസം ഒരു സ്ട്രെസ് ഉണ്ടായി. അതായത് ആള് ഓൾറെഡി ഇൻസുലിൻ എടുക്കുന്നില്ല, മരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, എടുക്കും. സ്ട്രെസ് ഉണ്ടായപ്പം ബോഡിയുടെ ഹൈപ്പോഗ്ലൈസീമിക്, അതായത് ഗ്ലൂക്കോസിന്റെ ഡിമാൻഡ് ബോഡിക്ക് ഒരുപാട് കൂടി. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷനോ പ്രശ്നോ ബുദ്ധിമുട്ടോ ടെൻഷനോ ഒക്കെ ഉണ്ടായപ്പം ഗ്ലൂക്കോസ് ഡിമാൻഡ് ഒരുപാട് കൂടും ബോഡി സെല്ലിന്റെ. പക്ഷെ ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റും? ആ ഗ്ലൂക്കോസിനെ മീറ്റ് ചെയ്യാനുള്ള ഗ്ലൂക്കോസ് കൊടുക്കാനുള്ള ശേഷി ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ട് ബോഡിക്കില്ല. ഒപ്പം വേറൊരു സംഭവമുണ്ട്, ബോഡിയുടെ ബ്ലഡിന്റെ ഉള്ളിൽ ഒടുക്കത്തെ ഗ്ലൈസീമിയ, ഹൈപ്പർ ഗ്ലൈസീമിയ, ബ്ലഡിന്റെ അകത്ത് ഷുഗറിന്റെ അളവ് ഒരുപാട് കൂടുതലാണ്. ടിഷ്യൂവിന് കിട്ടുന്നുമില്ല, ബ്ലഡിൽ ഒരുപാട് കൂടുതലുമാണ്. ഇതാണ് ഇതിന്റെ ബേസിക് ആയ പ്രശ്നം. ഇതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. പല രീതിയിൽ ആസിഡ് ഉണ്ടാകാൻ പോവുക ബോഡിയിൽ. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് ഹൈപ്പർ ഗ്ലൈസീമിക് ആണ് പേഷ്യന്റ്. അപ്പം ഹൈപ്പർ ഗ്ലൈസീമിക് ആകുമ്പോൾ പേഷ്യന്റിന്റെ ബ്ലഡിന്റെ ഓസ്മോലാരിറ്റി കൂടി, അതായത് ബ്ലഡിന്റെ ഷുഗർ കോൺസെൻട്രേഷൻ കൂടി. ഷുഗർ കോൺസെൻട്രേഷൻ കൂടി കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈപ്പർ കോൺസെൻട്രേഷനിലേക്ക് ബ്ലഡ് തന്നെ വാട്ടർ അക്യുമുലേറ്റഡ് ആവും. അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഇതാണ് ഇൻട്രാവാസ്കുലറിനകത്ത് ഹൈ കോൺസെൻട്രേറ്റഡ് ഷുഗർ ആണ്. അപ്പം എക്സ്ട്രാ സെല്ലിലോ, അതായത് ബോഡിയുടെ ബാക്കിയുള്ള സെല്ലുകളിൽ കുറവാണ്. അപ്പൊ സെല്ലിൽ നിന്ന് വാട്ടറിനെ ഈ ബ്ലഡ് വെസൽസിലേക്ക് ഇത് അക്യുമുലേറ്റ് ചെയ്യും. അപ്പൊ ബ്ലഡില് ഇൻട്രാവാസ്കുലർ പ്രഷർ, ബ്ലഡിന്റെ വോളിയം കൂടുകയും ഇൻട്രാ സെല്ലുലറിലുള്ള വാട്ടറിന്റെ അളവ് കുറയുകയും ചെയ്യും. അപ്പം ഈ ഇൻട്രാവാസ്കുലറിനകത്ത് ബ്ലഡ് കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാം BP കൂടും. അപ്പൊ BP കൂടുമ്പോൾ ഇൻക്രീസ് ആവും,
റീനൽ പെർഫ്യൂഷൻ കൂടും. BP ഇൻക്രീസ് ആയാൽ റീനൽ പെർഫ്യൂഷൻ കൂടും. അപ്പൊ BP ഇൻക്രീസ് ആക്കി റീനൽ പെർഫ്യൂഷനിലൂടെ ഈ കയറി വന്നേക്കുന്ന ഹൈ വോളിയത്തിലുള്ള ഈ ബ്ലഡിനെ എല്ലാം കിഡ്നി ഫിൽറ്റർ ചെയ്ത് ദൂരക്കളയും. അപ്പം പോളി യൂറിയ എന്ന് പറയും. ഒരുപാട് യൂറിൻ പുറത്തേക്ക് പോകും. അങ്ങനെ യൂറിൻ പുറത്തേക്ക് പോകുന്ന പോളി യൂറിയ. യൂറിൻ മാത്രമല്ല, യൂറിന്റെ കൂടത്തിൽ ഇലക്ട്രോലൈറ്റ്സും പോകും. മനസ്സിലായി? ഭയങ്കരമായിട്ട് സിവിയർ ആയിട്ട് യൂറിൻ ഔട്ട്പുട്ടാ പേഷ്യന്റിന്. അപ്പം പേഷ്യന്റ് എന്ത് പറ്റും? ഹൈപ്പോ വോളിമിയയിലാവും. അതായത് വാസ്കുലാർ ബ്ലഡ് കുറഞ്ഞു പോയി, ബ്ലഡിന്റെ വോളിയം ഫിൽട്ടർ ചെയ്ത് ദൂരെ കളഞ്ഞു, ഒപ്പം ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡും കുറഞ്ഞു. അപ്പൊ പേഷ്യന്റ് സിവിയർ ഡീഹൈഡ്രേഷനില്ല. മനസ്സിലായോ? അങ്ങനെ ഹൈപ്പോ വോളിമിയയിലാവും. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹൈപ്പോ വോളിമിക് ഷോക്ക് ഉണ്ടായി പേഷ്യന്റ് ഡെത്ത് ഉണ്ടാവും. കാരണം ബ്ലഡിന്റെ വോളിയം കുറഞ്ഞു പോയപ്പോൾ ഡെത്തായി, ബ്ലഡ് വോളിയം കുറഞ്ഞ് ഡെത്തായതാണ്. പക്ഷെ ഈ ഹൈപ്പോ വോളിമിക് സ്റ്റേറ്റിൽ ഒരു പ്രശ്നവും കൂടിയുണ്ട്. അതായത് ബ്ലഡിൽ ഹൈപ്പോ വോളിമിയ സ്റ്റേറ്റിലായപ്പം സ്വാഭാവികമായിട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂ കുറയും. അതായത് സെല്ലിലേക്ക് കൊടുക്കേണ്ട ഓക്സിജൻ എത്തിക്കാനായിട്ട്, ഓൾറെഡി കൊടുത്തുകൊണ്ടിരുന്ന ഓക്സിജൻ എത്തിക്കാനായിട്ട് ബ്ലഡിന്, ബോഡിയുടെ ഹാർട്ടിന് പമ്പ് ചെയ്യുന്ന പവർ കുറഞ്ഞു. കാരണം ബ്ലഡ് ആവശ്യത്തിനില്ല, ഹൈപ്പോ വോളിമിയായി, പമ്പിങ് കുറഞ്ഞു. അപ്പം ബോഡിയിലെ ബ്ലഡ് വെസൽസിനൊക്കെ ഓക്സിജൻ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. അങ്ങനെ ബോഡിയിൽ ബ്ലഡിന്റെ ഓക്സിജൻ കണ്ടെയ്നിങ് ബ്ലഡ് എത്താനുള്ള താമസം കൊണ്ട് ബോഡി അടുത്ത പരിപാടി ചെയ്യും. അതായത് എയറോബിക് മെറ്റാബോളിസം ആണ് നമ്മുടെ ബോഡിയിൽ സാധാരണ നടക്കുന്നത്. അതായത് ഓക്സിജനെ വെച്ചുള്ള മെറ്റാബോളിസം. ഈ ഓക്സിജൻ ഇല്ലാതാവുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ വെച്ച് അനറോബിക് മെറ്റാബോളിസം എന്ന് പറഞ്ഞ ഒരു പരിപാടി ബോഡി ചെയ്യും. അനറോബിക് മെറ്റാബോളിസം, ഓക്സിജൻ ഇല്ലാതെ കാർബൺ ഡൈ ഓക്സൈഡിനെ വെച്ച്. അപ്പൊ അങ്ങനെ ഒരു മെക്കാനിസം ബോഡിയിൽ നടക്കുമ്പോൾ അതിന്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ലാക്റ്റിക് ആസിഡ്. അപ്പം ലാക്റ്റിക് ആസിഡ് ബോഡിയിൽ അക്യുമുലേറ്റഡ് ആകാൻ തുടങ്ങും. മനസ്സിലായോ? രണ്ടാമത്തെ ആസിഡ്, ഹൈപ്പോ വോളിമിയ വന്നു, രണ്ടാമത്തെ ആസിഡ്. ഇനി മൂന്നാമത്തെ ആസിഡാണ് ഇച്ചിരിയും കൂടി പ്രശ്നക്കാരൻ. അതാണ് നമ്മുടെ ഇവിടുത്തെ കീറ്റോൺ ബോഡീസ്. അതായത് നമ്മുടെ ബോഡിയിൽ ഈ സെല്ലുലാർ മെറ്റാബോളിസം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം സെല്ലുകളുടെ മെറ്റാബോളിസത്തെ സഹായിക്കുന്ന സംഭവം ഗ്ലൂക്കോസ് ആണ്. കാരണം ഗ്ലൂക്കോസിലൂടെയാണ് നടക്കുന്നത്. പക്ഷേ ഗ്ലൂക്കോസ് ചെല്ലുന്നില്ല. കാരണം ഇൻസുലിൻ ബൈൻഡഡ് ആയ ഗ്ലൂക്കോസ് ചെല്ലാത്തതുകൊണ്ടും ബോഡിക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം നടക്കുന്നില്ല. അപ്പൊ ബോഡി എന്ത് ചെയ്യും? അടുത്ത പരിപാടി ചെയ്യും പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റ് മെറ്റാബോളിസം. മനസ്സിലായ? ഫാറ്റിനെയും പ്രോട്ടീനെയും ബ്രേക്ക് ഡൗൺ ചെയ്ത് ബോഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് ബോഡി അതിന്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഒരു സംഭവം ഉണ്ടാവും, കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയൽ ബോഡിയിലുണ്ടാവും. അപ്പൊ കീറ്റോൺ ബോഡീസ് വെയിറ്റിലുണ്ടായി കുറച്ച് കീറ്റോൺ ബോഡിയുടെ അളവ് ബോഡി പതിയെ കൂടാൻ തുടങ്ങും. കാരണം ടിഷ്യൂ ഭയങ്കരമായ സ്റ്റാർവേഷനിലേക്ക് പോവുക. കാരണം ടിഷ്യൂവിന്റെ ഇതിനാവശ്യമായ ഊർജം കിട്ടുന്നില്ല. അപ്പം അങ്ങനെ സ്റ്റാർവേഷനിലേക്ക് പോകുമ്പോൾ കീറ്റോൺ ബോഡിയുടെ അളവ് ഭയങ്കരമായിട്ട് ബോഡിയിലേക്ക് കൂടും. ബോഡിയിലേക്ക് കൂടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? കീറ്റോൺ ബോഡിയുടെ സമയത്ത് കൂടിക്കഴിഞ്ഞാൽ ഹെഡ് ഏക്കും നോസിയ ആൻഡ് വോമിറ്റിങ്ങും ഈ കീറ്റോൺ ബോഡി കൂടുന്നതിന്റെ ലക്ഷണമായിട്ട് ഉണ്ടാകുന്ന. അപ്പൊ നല്ല ഹെഡ് ഏക്ക് വരും, ആള് വോമിറ്റ് ചെയ്യും, നോസിയ ആൻഡ് വോമിറ്റിംഗ് ഉണ്ടാവും. അപ്പൊ പിന്നെയും ബോഡിയിൽ നിന്ന് ഓൾറെഡി ഉണ്ടായിരുന്ന ബ്ലഡ് ഫ്ലൂയിഡും കുന്തവും എല്ലാം കൂടി പിന്നെയും ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോവാം. വീണ്ടും ഹൈപ്പോവോളിമിയ ഡീപ്പ് ആവുക. അപ്പം ഈ കീറ്റോൺ ബോഡി ഒരു പരിധി കൂടുതൽ കഴിയുമ്പോൾ നടക്കുന്ന സംഭവമാണ് മെറ്റാബോളിക് അസിഡോസിസ് എന്ന് പറയും. അതായത് മെറ്റാബോളിസം മാർഗത്തിലൂടെ ബോഡിയിൽ ഒരുപാട് ആസിഡ് കൂടിയേക്കുക. മനസ്സിലായോ? അപ്പം മെറ്റാബോളിസത്തിലൂടെ ഒരുപാട് ആസിഡിന്റെ അളവ് കൂടിക്കഴിയുമ്പോൾ ലൈസീമിയയിലൂടെ ഒരുപാട് ഇലക്ട്രോലൈറ്റ്സ് പുറത്തേക്ക് പോകുമ്പോൾ പേഷ്യന്റ് ഓൾറെഡി ഹൈപ്പർ വോളിമിക് ആണ്. പിന്നെയും അത് സിവിയർ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് പേഷ്യന്റ് ഇതെല്ലാം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് പേഷ്യന്റ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഇലക്ട്രോലൈറ്റ്സുകളെല്ലാം കുറവ്, ആവശ്യത്തിന് ബ്ലഡ് ഇല്ല, പല വഴിയിൽ നിന്ന് ആസിഡ് വരുന്നു. ഇതെല്ലാം കൂടി പേഷ്യന്റ് എന്ത് ചെയ്യും? ഹാർട്ടിന് സർക്കുലേഷനിലേക്ക് ഹാർട്ടിന് പ്രശ്നമാവും. കാരണം കാർഡിയാക് അറസ്റ്റിലേക്ക് പോകും. ഹൈപ്പോ വോളിമിക് സ്ട്രോക്ക് ഉണ്ടായി, കാർഡിയ അറസ്റ്റ് ഉണ്ടായി, പേഷ്യന്റ് ഡെത്ത് ആവും. അപ്പൊ സിവിയർ കേസാണ്.
കാരണം പേഷ്യന്റ് നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹൈപ്പോവോളിമിക്കായി ആസിഡിന്റെ അളവ് ഒരുപാട് ബോഡി കൂടി പേഷ്യന്റ് ഡെത്ത് ആവും, റെസ്പിറേറ്ററി കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി ഡെത്ത് ആവും. ഇതാണ് ഇതിന്റെ പ്രശ്നം. മനസ്സിലായോ? ഇപ്പൊ ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടാണ് എല്ലാം. കാരണം സിവിയർ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും പേഷ്യന്റിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിൽ. ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ ആണ്, പേഷ്യന്റ് BP കുറവാണ്, പേഷ്യന്റെ ബോഡിയിൽ ഒരുപാട് ആസിഡാണ്, ഭയങ്കരമായിട്ട് ഇൻസുലിൻ ബ്ലഡിൽ കൂടിക്കിടക്കുവാണ്. അപ്പം ഹൈപ്പോവോളിമിക് സിംറ്റംസ്, ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ്, ഇതെല്ലാം പേഷ്യന്റിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിൽ കാണാൻ പറ്റും. ഇതിന്റെ മാനേജ്മെന്റ് ആണ് അടുത്തത്. ഓരോന്നിനും സിസ്റ്റം വൈസ് ആണ് നമ്മൾ കൊടുക്കുന്ന മാനേജ്മെന്റ്. കാരണം ആദ്യമായിട്ട് പേഷ്യന്റ് സിവിയർ ഡീഹൈഡ്രേഷൻ അല്ല, അപ്പം NS പേഷ്യന്റിന് ഒന്നും നോക്കാതെ 1 ലിറ്റർ കൊടുക്കേണ്ടി വരും. കാരണം ലെൻസ് ഒക്കെ സൗണ്ട് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് 1 ലിറ്റർ NS കൊടുക്കേണ്ടി വരും 1 അവർ കൊണ്ട്. കാരണം അത്രയ്ക്കും ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും പേഷ്യന്റ്. പിന്നെ ഇലക്ട്രോലൈറ്റ്സ് ഒരു 1 അവർ കൊണ്ട് ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് ഒക്കെ ആയി കഴിയും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കൂടുതൽ കാര്യം പേഷ്യന്റിന്റെ എയർവേ ആണ്. കാരണം റെസ്പിറേറ്ററി ആസിഡ് ബാലൻസ് എല്ലാം തെറ്റിക്കിടക്കുക. അപ്പൊ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിട്ടായിരിക്കും പലപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അപ്പൊ പേഷ്യന്റിന്റെ എയർവേ ക്ലിയർ ചെയ്യാനായിട്ട് പേഷ്യന്റ് ഇന്റിബേറ്റ് ചെയ്തിടേണ്ടി വരും. കാരണം ഭയങ്കരമായിട്ട് സിവിയർ അസിഡോസിസിലാണ് പേഷ്യന്റ്. പിന്നെ ബ്ലഡിൽ കിടക്കുന്ന ഗ്ലൂക്കോസ് ഒരുപാട് കൂടി കിടക്കുവാണ്. അപ്പൊ ഗ്ലൂക്കോസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിന് ഇൻസുലിൻ കൊടുക്കേണ്ടി വരും. അതായത് IV ഇൻസുലിൻ കൊടുക്കേണ്ടി വരും. കാരണം 1 കിലോ ബോഡി വെയിറ്റ് ഉള്ള പേഷ്യന്റിന് 0.1 ഗ്രാം ഇൻസുലിൻ ഹ്യൂമൻ അട്രാപ്പിഡ് ആണ് കൊടുക്കുന്നത്. ബോണസ് ഡോസിൽ കൊടുക്കേണ്ടി വരും. അതായത് 90 കിലോ പേഷ്യന്റ് ബോഡി വെയിറ്റ് ഉണ്ടെങ്കിൽ 0.9 ബോണസിൽ കൊടുത്തിട്ട് 0.9 1 അവർ പെർ അവർ വെച്ച് പേഷ്യന്റിന് കൊടുക്കേണ്ടി വരും. സെക്കൻഡ് അവറിൽ പേഷ്യന്റിന്റെ ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെ 200ലേക്കൊക്കെ പേഷ്യന്റിന്റെ ഷുഗർ ലെവൽ താന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പേഷ്യന്റിന് പിന്നെ ഡെസ്ട്രോസ് ഇച്ചിരി കൊടുത്തോണ്ട് വേണം വീണ്ടും NSഉം ഇൻസുലിനും മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇങ്ങനെയൊക്കെയാണ് ഇതിനെ നമ്മൾ പ്രധാനമായിട്ടും മാനേജ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ്സ് എല്ലാം നോക്കി മാനേജ് ചെയ്യേണ്ടി വരും. പൊട്ടാസ്യം കറക്റ്റ് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ഭയങ്കരമായിട്ട് അറസ്റ്റിലേക്ക് നടക്കുന്ന സാഹചര്യങ്ങളാണ്. ഓക്കെ, ഇതാണ് റെസ്പിറേറ്ററി ഡയബറ്റിക് കീറ്റോസിഡോസിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.